കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ വായ്ക്ക് രുചിയായിട്ട് കുറച്ച് സാധനങ്ങൾ കഴിക്കാം. അതിനുവേണ്ടി കേരളത്തിന്റെ തെക്കൻ ജില്ലയായ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് വരെ പോയ കഥയാണ് സുഹൃത്തുക്കളെ ഇത്. ശരിക്കും പറഞ്ഞാൽ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ എന്നെ അറിയാത്തവർക്കും എനിക്കറിയാത്തവർക്കും എന്റെ പേര് അഖിൽ. രാവിലെ 10:51 കരുനാഗപ്പള്ളിയിൽ എത്തുന്ന നേത്രാവതി എക്സ്പ്രസിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റും എടുത്താണ് എന്റെ യാത്ര തുടങ്ങിയത്. അധികം തള്ളൊന്നും കാണില്ലെന്ന് കരുതിയാ ലോക്കലെ ടിക്കറ്റ് എടുത്തത്. ഇതിപ്പോ നിന്ന് തിരിയാനാണ് സ്ഥലവും ഇല്ല. ലഗേജ് വെക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ കുറച്ച് സ്ഥലം കിട്ടി. ഇനി ഒരു 6.25 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. ചത്തി 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 ചത്തി. വൈകുന്നേരത്തോടെ അങ്ങനെ കോഴിക്കോട് എത്തി. രാവിലെ കയറിയോണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ആഹാരം കഴിക്കാന്ന് പറഞ്ഞ് നേരെ പോയത് അലീഖന്റെ കടയിലോട്ടായിരുന്നു. കോഴിക്കോടുള്ളവർക്കെല്ലാം പുള്ളിനെ നല്ല രീതിയിൽ അറിയായിരിക്കുമല്ലോ. ചെന്നപ്പോഴേക്കും ഫുഡൊക്കെ തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നേരെ ഇറങ്ങി മുട്ടായി തെരുവിലേക്ക് നടന്നു. അവിടെ കണ്ടൊരു കടയിൽ നിന്ന് കയറി ഷവർമയും ഷാർജയും കുടിച്ചു. ഒരു കോമ്പിനേഷനും ഇല്ല, എന്നാലും വയറ് നിറഞ്ഞു. മുട്ടായി തെരുവ് വെച്ച് എന്റെ ഒരു ഫ്രണ്ടിനെ അങ്ങനെ കണ്ടു. സമയം അങ്ങനെ ഇരട്ടി തുടങ്ങിയപ്പോൾ റൂം എടുത്ത് ഫ്രഷ് ആയി നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. ഇവിടെ കുറച്ച് നേരം കറങ്ങി നടന്ന് കുറെ കാഴ്ചകൾ അങ്ങനെ കണ്ടു. ഐസ് ഒരതിയും ഉപ്പിലിട്ടതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയായിരുന്നു. അങ്ങനെ 1 മണിയോടെ റൂമിലെത്തി. ശരിക്കും പറഞ്ഞാൽ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിനാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ അടുത്ത ദിവസം നേരെ വെളുപ്പിനെ കുളിച്ച് കുട്ടപ്പനായി ഇന്റർവ്യൂവിന് പോയി. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ അലീഖന്റെ കടയിൽ പോയി ഒരു നെയ്ച്ചോറും കഴിച്ചു. ബുധനാഴ്ച ആയതുകൊണ്ട് നെയ്ച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ദിവസമായിരുന്നെങ്കിൽ ബിരിയാണി കിട്ടിയാന്. ഫുഡും കഴിച്ച് വയറും നിറഞ്ഞ് നേരെ പോയത് മലപ്പുറത്തോട്ടാണ്. എന്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കാണാനുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് ആളെ ഒന്ന് കാണാൻ പോകുന്നത്. 1 മണിക്കൂറും ബസ് യാത്രയ്ക്ക് ശേഷം ഓളുടെ നാട്ടിൽ ചെന്ന് ഓളുടെ കൂടെ നാട് കാണാൻ ഇറങ്ങി. എന്റെ 4ാം ക്ലാസ്. ഓള് പഠിച്ച സ്കൂളും അവിടുത്തെ കുറെ സ്ഥലങ്ങളും ഒക്കെ കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒറ്റ വാചകത്തിൽ ഇവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുറച്ച് സ്ഥലങ്ങളും കുറച്ച് നല്ല ആൾക്കാരും. രാത്രി ട്രെയിൻ സമയമായി തുടങ്ങിയപ്പോഴേക്കും ഓൾക്കും വീട്ടുകാർക്കും ഓരോ ടാറ്റയും പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ കോഴിക്കോട് വന്ന് ട്രെയിൻ കയറി നാട്ടിലേക്ക്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ബൈ.